ധന്യമായ തിരുനാമം എന്ന് പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്ന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും വരണ്ട നിലത്ത് ഞാൻ നീരൊഴുക്കുകളും പകരും. നിൻ്റെ സന്തതി മേലെ എൻ്റെ ആത്മാവിനെയും നിൻ്റെ സന്താനത്തിൻ്റെ മേലെ എൻ്റെ അനുഗ്രഹങ്ങളെയും പകരും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് കാലം നമുക്ക് തരുന്ന ഒരു ഉറപ്പ്. ഹല്ലേലൂയ. വരണ്ട നിലമാണോ? ഹല്ലേലൂയ. നീ ശൂന്യതയുടെ നടുവിലൂടെ പോവുകയാണോ? അവിടെ ഞാൻ നിനക്ക് നീരൊഴുക്കുകളെ പകരും. നിനക്ക് ചില തണുത്ത അനുഭവങ്ങളെ ഞാൻ തരും. ചൂടുള്ള അനുഭവത്തിലൂടെ, മരുഭൂമിയുടെ അനുഭവത്തിലൂടെ നീ പോകുമ്പോൾ നിനക്ക് ഞാൻ ഹല്ലേലൂയ അവിടെ ചില തണുത്ത അനുഭവങ്ങൾ തരുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ദാഹിച്ചിരിക്കുന്നത് എന്തിനുള്ള ദാഹം? പരിശുദ്ധാത്മാവിനോടുള്ള ദാഹം, ദൈവത്തോടുള്ളൊരു ദാഹം. ഒരു ദൈവ പൈതലിനെ ഹല്ലേലൂയ അല്ലെ ക്രിസ്തുവിൽ പ്രത്യാശിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുവാൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ആൾ മാറിവരെ പോലാകും. ശുശ്രൂഷ മണ്ഡലങ്ങൾ നമുക്ക് വേണ്ടി ദൈവം തുറന്നു തരും. പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള കൃപ ദൈവം നമ്മുടെ മേൽ പകർന്നു തരും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവിന് നമ്മൾ കീഴ്പ്പെടുന്നു എന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് തോന്നിയാൽ നമുക്ക് വേണ്ടതെല്ലാം തമ്പുരാൻ തന്ന് നമ്മളെ നടത്തുവാനായിട്ട് ദൈവം ശക്തനാ. അതുമാത്രമല്ല ഹല്ലേലൂയ നിൻ്റെ തലമുറകളെക്കുറിച്ച് നീ ഓർത്ത് ഭാരപ്പെടുന്നു. ഇപ്പോൾ നീ വിചാരിക്കുന്നുണ്ട് നിൻ്റെ തലമുറകൾ ഹല്ലേലൂയ പ്രയോജനമില്ല. ഹല്ലേലൂയ ഞാൻ എന്തോരം പ്രാർത്ഥിക്കുന്നതാ, എന്തോരം ഉപവസിക്കുന്ന എൻ്റെ തലമുറകൾ എന്താ ഇങ്ങനെ ആയിപ്പോകുന്നത് ഹല്ലേലൂയ എന്ന് നീ ചിന്തിക്കുന്നുണ്ട്. എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, നിനക്കൊരു ദാഹമുണ്ടെങ്കിൽ, ദൈവത്തോട് നിനക്കൊരു ദാഹമുണ്ടെങ്കിൽ, നീ ഒരു വരണ്ട നിലമാണെങ്കിൽ, ഹല്ലേലൂയ ആത്മാവിന് വേണ്ടി നീ കാംക്ഷിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ സന്തതിയുടെ മേലെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവിനെ പകരുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളെ ഓർപ്പിക്കുക. കർത്താവിൻ്റെ വചനത്തിലൂടെ പറയുന്നതാ, നിൻ്റെ സന്തതി മേലെ എൻ്റെ ആത്മാവിനെയും ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മളോട് കർത്താവ് ഓർപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളോട് ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ തലമുറകളുടെ മേൽ വരുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. രാവും പകലും ഓലയോല കണ്ണുനീരൊഴുക്കി തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ ലോകം കടന്നു പോവുക, തലമുറകൾ വഷളായിക്കൊണ്ടിരിക്കുക. ദൈവം പറയുന്നുണ്ട് ഹല്ലേലൂയ ആ വചനം പിടിച്ച് പ്രാർത്ഥിക്കണം, ആ വചനത്തിൽ ആശ്രയം വെച്ച് പ്രാർത്ഥിക്കണം. അങ്ങല്ലേ പറഞ്ഞത് കർത്താവേ എൻ്റെ തലമുറകളുടെ മേൽ അങ്ങയുടെ ആത്മാവിന് പകരുമെന്ന്, എൻ്റെ സന്താനത്തിൻ്റെ മേൽ തലമുറയുടെയും മേലെ ഹല്ലേലൂയ അങ്ങയുടെ അനുഗ്രഹത്തെ പകരുമെന്ന് അങ്ങയുടെ വചനമല്ലേ പറഞ്ഞ്, അങ്ങല്ലേ പറഞ്ഞ കർത്താവേ ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലാതെ യാക്കോബ് പറഞ്ഞ പോലെ അങ്ങേ ഞങ്ങൾ വിടത്തില്ലെന്ന് പറഞ്ഞതുപോലെ ഇന്ന് പൽക്കാലം എൻ്റെ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം. വരണ്ട നിലത്തവൻ നീരൊഴുക്കുകളെ പകരും, വരണ്ട അനുഭവങ്ങൾ മാറും. ദാഹിച്ചിരിക്കുന്നവന് വെള്ളം തരുന്ന ദൈവമാ ഹല്ലേലൂയ, ആത്മാവിനെ തരുന്ന ദൈവമാ ഹല്ലേലൂയ, സ്തോത്രം. സന്തതി മേൽ അനുഗ്രഹത്തെ പകരുന്ന ദൈവമാ, ആത്മാവിനെ പകരുന്ന ദൈവമാ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.